ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഭാഷകളാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും കാണുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്ത്യയിൽ ഒട്ടനവധി ഭാഷകൾ നിലവിലുണ്ട്. ഇന്ത്യയിലെ ഭാഷകൾ നമുക്ക് രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം: ഇൻഡോ ആര്യ ഭാഷയെന്നും ദ്രാവിഡ ഭാഷയെന്നും. ആര്യ ഭാഷയിൽ ഉൾപ്പെടുന്നവയാണ് ഹിന്ദി, ഉറുദു, ബംഗാളി, പഞ്ചാബി, മറാഠി, ഗുജറാത്തി, സിന്ധി, ഒറിയ, ആസാമീസ് എന്നിവ. ദ്രാവിഡ ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവ. 70% ആളുകൾ ഇൻഡോ ആര്യൻ ഭാഷ സംസാരിക്കുന്നവരാണ്. 22% ആളുകൾ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്നു. അവശേഷിക്കുന്ന 8% ആളുകൾ ആസ്ട്രോ ഏഷ്യാറ്റിക് ടിബറ്റോ ബർമൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്നു. അപ്പോൾ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നത് ഇൻഡോ ആര്യൻ ഭാഷയാണ്. 70% ആളുകൾ ഇൻഡോ ആര്യൻ ഭാഷയും 22% ആളുകൾ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളും അവശേഷിക്കുന്ന 8% ആളുകൾ ആസ്ട്രോ ഏഷ്യാറ്റിക് ടിബറ്റോ ബർമൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളും സംസാരിക്കുന്നവരാണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ദ്രാവിഡ ഭാഷകൾ ഏതൊക്കെയാണ്? തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവരാണ്. ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തമിഴ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ ഏതാണ്? മലയാളം. അപ്പോൾ ഏറ്റവും പഴയ ദ്രാവിഡ ഭാഷ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം രൂപം കൊണ്ട ദ്രാവിഡ ഭാഷയും എന്താണ്? തമിഴ് തന്നെ. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ദ്രാവിഡ ഭാഷ ഏതാണ്? മലയാളം. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്ക്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്താണ്? ഹിന്ദി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22 നിലവിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22 കേട്ടോ. ഇനി ഔദ്യോഗിക ഭാഷകൾ. ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഭരണഘടനയുടെ 345 വകുപ്പാണ് ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത്. ഏത് വകുപ്പാണ്? 345 വകുപ്പ്. കൂടാതെ ഔദ്യോഗിക ഭാഷകൾ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ ഷെഡ്യൂളാണ് 8ാം ഷെഡ്യൂള്. അതായത് 8ാം പട്ടികയിലാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 343(1) അനുസരിച്ച് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത്. ഓക്കെ. അപ്പോൾ ഹിന്ദിയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഏതായിരുന്നു? ആർട്ടിക്കിള് 343(1) അനുസരിച്ച്. ഭരണഘടനയുടെ 345 വകുപ്പാണ് ഔദ്യോഗിക ഭാഷകൾ പദവികളെ കുറിച്ച് പറയുന്നത്. ഓക്കെ. 1950 ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിൽ അംഗീകൃത ഭാഷകളുടെ എണ്ണം 14 നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. അപ്പോൾ 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അംഗീകൃത ഭാഷകളുടെ എണ്ണം 14. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. 3 ഭേദഗതി വഴി 8 ഭാഷകളെ കൂട്ടിച്ചേർത്തു. ആ ഭേദഗതി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലതവണ PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. 21ാം ഭേദഗതി 1967 8ാം ഷെഡ്യൂളിൽ സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തത്. ഏതായിരുന്നു? 21ാം ഭേദഗതി അനുസരിച്ച് 1967 8ാം ഷെഡ്യൂളിൽ സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തു. 1992 71ാം ഭേദഗതി അനുസരിച്ച് 8ാം ഷെഡ്യൂളിൽ കൊങ്ങിണി, നേപ്പാളി, മണിപ്പൂരി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. അടുത്തെന്താണ്? 92ാം ഭേദഗതി അനുസരിച്ച് വർഷം എന്നാണ്? 2003 8ാം ഷെഡ്യൂളിൽ ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ 3 ഭേദഗതിയും പഠിക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഇത് പറഞ്ഞ് 21ാം ഭേദഗതി 1967. അടുത്തത് 71ാം ഭേദഗതി 1992.
മൂന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ്. അതായത് 21 + 71 92. ഓക്കെ, അപ്പം ചെറിയൊരു ട്രിക്കാട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, 21ാം ഭേദഗതി 1967 8ാം ഷെഡ്യൂളിൽ സിന്ധി ഭാഷ കൂട്ടിച്ചേർത്തു. 1992 71ാം ഭേദഗതി അനുസരിച്ച് 8ാം ഷെഡ്യൂളിൽ കൊങ്ങിണി, നേപ്പാളി, മണിപ്പൂരി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. 92ാം ഭേദഗതി അനുസരിച്ച് 2003 8ാം ഷെഡ്യൂളിൽ ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി എന്നീ ഭാഷകൾ ഉൾപ്പെടുത്തി. ഓക്കെ, ഇനി അടുത്താണ് ക്ലാസിക്കൽ ഭാഷകൾ. എന്താണ് ക്ലാസിക്കൽ ഭാഷകൾ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷ പദവി കൊടുക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം, നമുക്ക് നോക്കാം. 1500 മുതൽ 2000 വർഷത്തോളം പഴക്കമുള്ളതും ആ ഭാഷയിൽ രചിക്കപ്പെട്ട സാഹിത്യം അല്ലെങ്കിൽ കൃതികൾ തലമുറകളിലൂടെ കൈമാറി വന്നതും മൗലികമായ സാഹിത്യ പാരമ്പര്യമുള്ളതുമായ ഭാഷയ്ക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നത്. അപ്പം എങ്ങനെയാണ്, 1500 മുതൽ 2000 വർഷത്തോളം പഴക്കമുള്ളതായിരിക്കണം ക്ലാസിക്കൽ ഭാഷാ പദവി കൊടുക്കണമെങ്കിൽ. നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയിട്ടുള്ള ഭാഷകളിൽ നിന്ന്. 6 ഭാഷകൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. 2004 തമിഴിനാണ് ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2004 തമിഴിനാണ് ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത്. രണ്ടാമത് ഏതാണ്, 2005 സംസ്കൃതത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി. 2008 തെലുങ്കിനും കന്നഡയ്ക്കും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു. 2013 മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും അവസാനമായി ലഭിച്ചത് 2014 ഒഡിയ ഭാഷയ്ക്കാണ്. ഓക്കെ, 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ഉള്ളത്. അതിൽ ആദ്യം ലഭിച്ചത് തമിഴിനാണ് 2004, 2005 സംസ്കൃതത്തിന്, 2008 തെലുങ്കിനും കന്നഡയ്ക്കും ലഭിച്ചു, 2013 മലയാളത്തിന്, 2014 ഒഡിയയ്ക്ക്. ഓക്കെ, അപ്പോൾ ഭാഷകളെ പറ്റിയുള്ള ക്ലാസ് എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മുൻകാല ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഗോവയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉത്തരം കൊങ്ങിണി. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? ഉറുദു. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. ജെസരി ഈസ് എ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ. ജെസരി എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഭാഷയാട്ടോ. കൂടാതെ മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. എന്നാൽ ജെസരി സംസാരിക്കുന്നതും ലക്ഷദ്വീപിൽ തന്നെയാട്ടോ. ഇമ്പോർട്ടൻ്റ് ആട്ടോ അത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മൈസൂർ, കർണാടക. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റഡ് അറ്റ്. അതായത് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിലാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇറ്റാലിയൻ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? ഇറ്റാലിയൻ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടുപിടിച്ചിട്ട്. മീതൈ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? ഉത്തരം മണിപ്പൂരി. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അമീർ ഖുസ്രു. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അമീർ ഖുസ്രു. അടുത്ത ചോദ്യമാണ്, പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.